ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് ഒരിക്കലും കൂടാൻ പോകുന്നില്ല. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ. പുള്ളിക്കാരി എല്ലാ മാസവും എന്നോട് പറയും, ഈ മാസം അവസാനം ഞാൻ എന്തായാലും പൈസ സേവ് ചെയ്യും, ഉറപ്പ്, നിനക്ക് ഞാൻ വാക്ക് തരുന്നു. ആള് വാക്കൊക്കെ പാലിക്കുന്നുണ്ട്, പക്ഷെ മാസാവസാനം ആകുമ്പോൾ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആളെന്താ ചെയ്തോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം കഴിഞ്ഞ് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസുകളെല്ലാം കുറച്ചിട്ട്, എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്താണോ അതാണ് സേവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ സേവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ട് ആളുടെ കയ്യിൽ സേവ് ചെയ്യാനൊന്നും ഉണ്ടായില്ല. സോ ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ഇത്രയും നാളെ നീ എന്നെ പറ്റിച്ചു, നീ പൈസ സേവ് ചെയ്യും എന്ന് പറഞ്ഞു, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നിനക്കൊരു ചലഞ്ച് തരാൻ പോവാ. ഇനി മുതൽ ആദ്യം നീ സേവ് ചെയ്യ്, എന്നിട്ട് നീ ബാക്കിയുള്ളത് ചെലവാക്കെന്ന് പറഞ്ഞു. അവളത് കേട്ടു. എന്നിട്ട് എന്തുണ്ടായിന്നറിയോ, അവളുടെ സേവിങ്സ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സേവ് ചെയ്യണതാണ് ആദ്യം ചെയ്യേണ്ടത്. സേവ് ചെയ്യണത് ആദ്യം ചെയ്യണം കേട്ടോ. ഇൻവെസ്റ്റിംഗ് അല്ലേ, ഞാൻ ഇനി അത് പറഞ്ഞെന്ന് കരുതി ഓടിപ്പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഇൻവെസ്റ്റിംഗ് ഒക്കെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിന്റെ ഏറ്റവും അവസാനത്തെ ആളാണ്. അതിന് മുമ്പ് കുറേ കടമ്പകളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സേവ് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ എക്സ്പെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് മെയിനായിട്ട് പറയുന്നൊരു കാര്യം ഇത്, പേ യുവർ സെൽഫ് ഫസ്റ്റ്. അപ്പം നിങ്ങളത് പേ ചെയ്യാൻ റെഡിയാണോ എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയൂ.